പോലീസ് സ്റ്റേഷൻ. ഫിലിപ്പോസ് ആണ്. ഫിലിപ്പോസ്. അതെ, ഇവിടെ വീണ്ടും പുലി ഇറങ്ങി. പുലി പുലി. അതെ. എന്ത്? ഒരു ഫോണുള്ളത് വെറുതെയാ. ഇതിലും പേര് നേരിട്ടെന്ന് പറയുന്നതാ. ഞാനൊന്ന് പോയിട്ട് വന്നാലോ? അപ്പന് വേറെ പണിയില്ലേ? ഈ രാത്രി 10-25 കിലോമീറ്റർ കാർ ഓടിച്ചു തന്നാൽ അവർ 2 പോലീസുകാരെ അയച്ചു തരും. അവർ വന്നിട്ട് തന്നെ ചെയ്യാനാ? അവർക്ക് കൂട്ടിരിക്കാൻ 10 പേര് വേറെ വേണം. സൂക്ഷിച്ചു പോണേ. ഒത്തു കിട്ടിയാൽ ഇന്ന് അവന്റെ ശവമായിരിക്കും. കഥ അടച്ചോളൂ. പറഞ്ഞതെല്ലാം ചെയ്യുന്നൊരാളെ തിരഞ്ഞു ഞാൻ കുഴഞ്ഞു. പറഞ്ഞതെല്ലാം ചെയ്യുന്നൊരാളെ തിരഞ്ഞു ഞാൻ കുഴഞ്ഞു. മോളെ, ആ ചെക്കർ ഇതുവരെ വന്നില്ലല്ലോടി. ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്തണമെന്ന് എപ്പോഴും പറയാറുള്ളതാ. എവിടെ പോയി തിരക്കും എന്റെ കർത്താവേ? ആ, വിവരം അറിഞ്ഞപ്പോ അവൻ വല്ല വീട്ടിലും കയറിയിരിക്കുന്നുണ്ടാവും. കുഞ്ഞക്ക. എന്താ മോളെ? തോമസ് ഊട്ടി ഇതുവരെ വന്നില്ല. ആ ചെക്കനിത് എവിടെ പോയി കിടക്കുന്നു? ചരക്കും കൊണ്ട് ടൗണിൽ പോയതാ. അവൻ വരും. വിവരമില്ലാത്തവനൊന്നും അല്ലല്ലോ. മോള് ബേജാറാവണ്ട. ഓൻ എവിടെയാണെങ്കിലും ഞമ്മൾ തേടി പിടിച്ചുകൊണ്ടുവന്നോളാം. മോളിങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ പുറത്തിറങ്ങി നിൽക്കല്ലേ. പെരന്റെ ഔത്തേർ കുത്തിരിക്കും. ആ കള്ളഹിമാർ എവിടെയാണ് ഒളിച്ചിരിക്കണെന്ന് നമുക്ക് പറയാൻ കഴിയൂല. എവിടെ അപ്പം പുറത്തല്ലയോ കിടക്കുന്നേ? അത് പിന്നെ വയസ്സായില്ലേ. ശരിയാ, ഈ എല്ലും തൊലി ഏത് പുലിക്കാ വേണ്ടേ? പുലിക്ക് മാണ്ടിയത് പുള്ളച്ചന്റെ മാരുടെ ആളെ ഇറച്ചിയാ. പുലി ഇറങ്ങിയപ്പോഴാ ഒരു തമാശ. വായി നോക്കിക്കാ വരുന്നുണ്ടോ? പുള്ളാച്ചനെവിടെ? ഇറച്ചി കൂടുതലോട്ട് കണ്ടപ്പോ പുള്ളാച്ച മുങ്ങി. ഇക്കണ്ട സമയം മുഴുവൻ അരിച്ചു പറക്കിയിട്ടും പുലിയെ പോയിട്ട് ഒരു രോഗം പോലും കണ്ടില്ല. എനിക്ക് തോന്നണം നമ്മളെ കുഞ്ഞബ്ദുള്ളാക്കാന്റെ ഡൂപ്പാന്നാ. കിഴക്കാട് പോണ ഇവിടുന്ന്. ആര് കാര്യത്തിന് ആരും കള്ളത്തരം പറയോ? ദീനത്തിനാണ് പറച്ചോനാണ് സത്യം നമ്മൾ ഈ കണ്ണോട് വേണ്ടതാ. എന്നിട്ട് എവിടെ? ആ എവിടെ? വെറുതെ മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. പുലിയെ പിടിച്ച് നിന്റെ സമക്ഷം ഹാജരാക്കി തരാൻ പറ്റുമോ? ഇത് നല്ല വകുപ്പ്. നിങ്ങൾ ചുമ്മാ ഇതിന്റെ പേര് തമ്മിൽ തല്ലണ്ട. പുലിയാ, അത് കൺമുമ്പിൽ വന്നൊന്നും തരില്ല. വാ, നമുക്കൊന്നോടെ തരയാം. തെരയണോര് തെരഞ്ഞു. ഞാനില്ല. ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. മുറുക്കി കെട്ടണ്ട. അതെ, ഇവിടെ ഇവിടെ കാര്യം മാറിട്ടെ. അതെങ്ങനെ തന്നെ വണ്ടിക്കകത്ത് കയറ്റാനുള്ള സൗകര്യം. തലയും കാലം മാത്രമല്ലേ ഉള്ളൂ. അതൊന്ന് ഒഴിവാക്കി തരാൻ പറഞ്ഞ് നടക്കുവോ? ഞാൻ പറഞ്ഞു നോക്കി. അങ്ങനെ ചെയ്യണമെങ്കിൽ സർക്കാർ ഓർഡർ വേണം. അത് നടക്കില്ല. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 7ാമത്തെ ആളായത്. പശു ആടും നായൊക്കെ വേറെ. ഈ വർഷം തന്നെ 2ാമത്തെ പ്രാവശ്യം പുലി ഇറങ്ങുന്നത്. ഇങ്ങനായ നാട്ടുകാർ എന്ത് ചെയ്യും സാർ? പുലി വരുന്നതും കാത്ത് പോലീസിന് ഇന്നുകൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റൂ. മനുഷ്യരായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കസ്റ്റഡിയിൽ എടുക്കാം. ഇത് 100 കിലോമീറ്റർ ദൂരെ ഫോറസ്റ്റിൽ നിന്ന് എങ്ങനെയോ വരുന്ന പുലി. എല്ലാ പ്രാവശ്യവും പോലീസ് അതിനെ കൊല്ലാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. കിട്ടണ്ടേ? ഇങ്ങോട്ട് കിടത്തിക്കോ. ഇങ്ങോട്ട് ഞങ്ങൾ ഈ നാട്ടുകാർ എന്ത് ചെയ്യണമെന്ന് പറ.
അതിപ്പോ ഞാൻ എന്ത് പറയും? സർക്കാർ ഈ പുലിയെ നരഭോജികളുടെ ലിസ്റ്റിൽ പെടുത്തിരിക്കുകയാണ്. പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷൻ നിങ്ങളെല്ലാം കൂടി ആലോചിക്കുക. അപ്പൊ നമ്മൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കണം. പോലീസിന്റെ പക്ഷത്തുനിന്ന് വലിയൊരു സഹായം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഒരു കാൽനട പ്രചാരണ ജാഥ നടത്തിയാലോ ചോ, കളക്ടറേറ്റ് പഠിക്കലേക്ക്. പുലി നീതി പാലിക്കുക എന്ന മുദ്രാവാക്യം വിളിച്ചോണ്ട് അല്ലേ? കളക്ടർ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കില്ല ചോ? എന്ത് നടപടി? മേലിൽ നമ്മുടെ പഞ്ചായത്തിൽ പുലി പ്രവേശിക്കുന്നത് അറിഞ്ഞുകൊണ്ടൊരു ഉത്തരവ് പുറപ്പെടുവിക്കാം. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് എന്താ ഗുണം? പുലിക്ക് വല്ല വിവരമുണ്ടോ? നമുക്ക് വേണ്ടത് പുലി വരുമ്പോ കൊല്ലാൻ പറ്റിയ ഒരാളെയാണ്. നല്ലൊരു നായാട്ടുകാരൻ. പീലിപ്പോസിന്റെ പരിചയത്തിൽ നല്ലൊരാളുണ്ട്. ആരാ? കുന്നംകുളത്തുകാരൻ ഒരു ചേറു. ആ. 10-25 വർഷം മുമ്പുള്ള പരിചയമാ. ബഹുമിടുക്കൻ. ശബ്ദം കേട്ട് വിടുവിക്കും. സായിപ്പന്മാര് വരെ സമ്മതിച്ചു കൊടുത്തിട്ടുള്ള ആളാ. ആഹാ, എങ്കിലും ആലോചിക്കാനൊന്നുമില്ല ചോ. പുലി വരുമ്പോ നമുക്ക് ചെറുവിനെ വരുത്താം. വരുന്ന വിവരത്തിന് പുലി തനിക്ക് കത്തയക്കുവോ? താ മണ്ടത്തരം പറയല്ലേ. ഒരുമാതിരി പുലി എന്ന് വരുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചെറുവിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാം. മാസാമാസം അയാൾക്കൊരു ശമ്പളം നിശ്ചയിച്ച് കൊടുക്കാം. നമ്മൾ ഈ ഇടവകയിലെ ഓരോ കുടുംബവും 5 രൂപ വെച്ച് മാസം എടുത്താൽ ചെറുവിന്റെ ശമ്പളവും ചെലവിനും ഉള്ളതൊക്കെ ആകും. അതല്ല, അത് തികയുന്നില്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ പീലിപ്പോസ് നോക്കിക്കോളും. ചേറു പീലിപ്പോസിന്റെ ഒരു സുഹൃത്തൂടാണല്ലോ. പിന്നെ മറ്റ് സമുദായക്കാരും ഇതിനോട് സഹകരിക്കും. കാരണം ഇത് ഈ നാടിന്റെ പ്രശ്നമാണല്ലോ.